പരിശുദ്ധാത്മാവ് ഉള്ളവരെ അറിയണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഉള്ളവരെ തിരിച്ചറിയാൻ പറ്റൂ. അത്രയ്ക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അവർ എല്ലാവരോടും പെരുമാറുന്നവരായിരിക്കും പരിശുദ്ധാത്മാവുള്ളവരോടും പെരുമാറുന്നത്. കാരണം അവരിൽ അനോയിന്റിങ് ഇല്ലെങ്കിലും ഇപ്പോൾ അവരങ്ങോട്ടും ഇങ്ങനെ കാണുകയുള്ളൂ. അവിടെ ചില ദേവാലയത്തിൽ വരുമ്പോൾ അവർ മറ്റുള്ള സ്ഥലങ്ങൾ പെരുമാറുന്ന പോലെ തന്നെ അവിടെയും പെരുമാറുന്നു. കാരണം അവർ പരിശുദ്ധാത്മാവില്ലെന്നുള്ളതാണ്. പരിശുദ്ധമുള്ളവർക്ക് ദേവാലയം കാണുമ്പോൾ അവർ തന്നെ ഒരു മുട്ടുകുത്തിക്കും, അവർ പ്രാർത്ഥിക്കണം. അവരിൽ പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് ആ പ്രവർത്തി ചെയ്യിപ്പിക്കും. പരിശുദ്ധ കുർബാന കാണുമ്പോൾ അവർക്ക് അതിനോടൊരു ദൈവഭയം ജനിപ്പിക്കുന്നത് പരിശുദ്ധ ദൈവവചനം കേൾക്കാനുള്ള ദാഹം കൊടുക്കുന്ന ആരെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യമുള്ള ആളുകളെ തിരിച്ചറിയാൻ പറ്റും. പൈശാചിക സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓടി മാറും. നമ്മളിൽ ആരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പൈശാചിക ശക്തികളുള്ളവരുടെ അടുക്കൽ നിന്ന് നമ്മൾ ദൂരം സൂക്ഷിക്കും, ശ്രദ്ധിച്ച് നീങ്ങുള്ളൂ. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ പറയും. നമുക്കറിയാം, നമ്മൾ മാറുകയും ചെയ്യും.